ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്മാർട്ട് ലിറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൈഡ് ആൻഡ് പ്രജുഡൈസ് ബൈ ജെയിൻ ഓസ്റ്റൻ. മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ എക്സാമ്പിൾ ഓഫ് നോവൽ ഓഫ് മാനേഴ്സ് ആണ്. ഇതിൻ്റെ ആദ്യത്തെ ടൈറ്റിൽ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇംപ്രഷൻസ് എന്നായിരുന്നു. ഇതൊരു തേർഡ് പേഴ്സൺ പോയിൻ്റ് ഓഫ് വ്യൂവിലാണ് നടക്കുന്നത്. പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ എലിസബത്ത് ബെനറ്റ് ആണ്. ദ ടൈറ്റിൽ ഓഫ് ദി നോവൽ റെഫർ ചെയ്യുന്നത് പ്രൊട്ടാഗണിസ്റ്റിൻ്റെ നേച്ചറാണ്, അതായത് ഒരാളുടെ പ്രൈഡും പ്രജുഡൈസും. എലിസബത്ത് ബെനറ്റിൻ്റെയും മിസ്റ്റർ ഡാസിയുടെയും. ദ പ്രൈഡ് ആൻഡ് പ്രജുഡൈസ് ഈ സെറ്റ് ഇൻ ഹെഡ്ഫോർഡ്ഷെയറിലാണ്. നോവൽ ബിഗിൻ ചെയ്യുന്നത് ഭയങ്കര മോസ്റ്റ് കോട്ടഡ് ഓപ്പണിംഗ് ലൈൻസ് ഇൻ ബ്രിട്ടീഷ് ലിറ്ററേച്ചറാണ്. ഇറ്റ് ഈസ് എ ട്രൂത്ത് യൂണിവേഴ്സലി അക്നോളജഡ് ദാറ്റ് എ സിംഗിൾ മാൻ ഇൻ പൊസഷൻ ഓഫ് എ ഗുഡ് ഫോർച്യൂൺ മസ്റ്റ് ബി ഇൻ വാണ്ട് ഓഫ് എ വൈഫ്. ആദ്യം തുടങ്ങുന്നത് തന്നെ 2 മെയിൻ ലീഡ്സിലൂടെയാണ്. മിസ്റ്റർ ആൻഡ് മിസ്സസ് ബെനറ്റ് വിത്ത് ദെയർ 5 ഡോട്ടേഴ്സാണ് അവർക്കുള്ളത്. ജെയിൻ, എലിസബത്ത്, ലിസി എന്ന് വിളിക്കുന്നു വീട്ടിൽ, മേരി, കാതറിന് കിറ്റി എന്നാണ് വീട്ടിൽ വിളിക്കുന്നത്, ആൻഡ് ലിഡിയ. ഇവർക്ക് എങ്ങനെയും ഒരു നല്ല ഹസ്ബൻഡിനെ കൊണ്ട് കെട്ടിക്കുക എന്നാണ് ഇവരുടെ ലക്ഷ്യം. ജെയിൻ എന്ന് പറയുന്നത് ഭയങ്കര മോഡസ്റ്റ് സ്വീറ്റ് ടെമ്പേർഡാണ്. എലിസബത്ത് എന്ന് പറയുന്നത് കോൺഫിഡൻ്റ് ആണ്. എലിസബത്ത് ഭയങ്കര ഇൻ്റലിജൻ്റ് ഒക്കെ ആണ്. മേരി എന്ന് പറയുന്നത് ബുക്കിഷാണ്. ബാക്കി 2 യങ്ങർ വൺസ് എന്ന് പറയുന്നത് ഇമ്മച്ചുവറാണ്. മിസ്റ്റർ ബെനറ്റ് എന്ന് പറയുന്നത് ഭയങ്കര മെച്വർ ഇൻ്റലിജൻറ്റ് മാൻ ആണ്. അദ്ദേഹത്തിന് പ്രോഗ്രസീവ് ഐഡിയാസ് ഒക്കെയാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ഫേവറേറ്റ് ഡോക്ടർ എന്ന് പറയുന്നത് എലിസബത്ത് ആണ്. അവർ തമ്മിൽ ഷെയർസ് ഹിസ് സെൻസ് ഓഫ് ഹ്യൂമർ ആൻഡ് വിറ്റ്. അപ്പം ഈ മിസ്സസ് ബെനറ്റിൻ്റെ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ബിസിനസ് ഓഫ് എ ലൈഫ് എന്ന് പറയുന്നത് മക്കളെയെല്ലാം നല്ലപോലെ കല്യാണം കഴിപ്പിച്ച് വിടുക എന്നാണ്. അപ്പം ഇവർ ആദ്യത്തെ മൂത്ത മോള് ജെയിനാണ്. അപ്പം ഇവർ മിസ്റ്റർ ബിംഗ്ലിയെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനാണ് ഇവരാഗ്രഹിക്കുന്നത്. മിസ്റ്റർ ബിംഗ്ലിയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും കൂടി അവരുടെ അടുത്ത് നെതർലാൻഡിൽ താമസിക്കാനായിട്ട് വരികയാണ്. ഇവരൊരു ലോക്കൽ ബോൾ അവിടെ നടക്കുന്നുമുണ്ട്. മിസ്റ്റർ ബിംഗ്ലി അപ്പം അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്ലി നേച്ചറാണ് അദ്ദേഹത്തിന്. അപ്പം എല്ലാവർക്കും അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, ഡാസി ഭയങ്കര അറോഗൻ്റായിട്ട് റിസർവ്ഡ് നേച്ചറൊക്കെയാണ്. ഡാസി പിന്നെ എലിസബത്തുമായിട്ട് ഡാൻസ് ചെയ്യാൻ റിഫ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒരുമാതിരി ഒരു നേച്ചറാണ് അദ്ദേഹത്തിൻ്റെ. അങ്ങനെ ജെയിനും ബിംഗ്ലിയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൾ ഫോർ ഈച്ച് അതർ നമ്മൾ അറിയത്തില്ലേ. അപ്പം അവരെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് പൊട്ടൻഷ്യൽ കപ്പിളായിട്ടാണ്. പിന്നെ ജെയിൻ മിസ്റ്റർ ബിംഗ്ലിയുടെ എസ്റ്റേറ്റിലേക്ക് പോകുന്നുണ്ട്. അവിടെ വെച്ച് മിസ്സസ് ഹസ്റ്റിനെ കാരോൾ ബിംഗ്ലിനെ കാണുന്നുണ്ട്. അപ്പം ഇവർ അതിൻ്റെ പുറകിൽ തന്നെ എലിസബത്തും പോകുന്നുണ്ട് ആ എസ്റ്റേറ്റിലേക്ക്. ജെയിൻ എലിസബത്തിനെ ബിംഗ്ലിയുടെ സിസ്റ്റേഴ്സായിട്ടുള്ള മിസ്സസ് ഹസ്റ്റും കരോളിനും കൂടി മോക്ക് ചെയ്യുന്നുണ്ട്, അവരുടെ ലോ സ്റ്റേറ്റസ് ആയതുകൊണ്ട് തന്നെ. അപ്പം ഡാസി പിന്നെ ബിംഗ്ലിയുടെ ഫീലിംഗ് ഉണ്ടല്ലോ ജെയിനോടുള്ള. അപ്പം ഡാസി പറയുന്നത് ജെയിൻ പെരുമാറുന്നത് ഇൻഡിഫറൻ്റ് ആയിട്ടാണ് ബിംഗ്ലിയോട്. അപ്പം അത് കഴിഞ്ഞ് ഡാസിക്ക് എലിസബത്തിൻ്റെ ചാമും ഇൻ്റലിജൻസും ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇനിയും കരോളിൻ ബിംഗ്ലി ഡാസിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം എലിസബത്തിനെ അത് കാരണം ഇഷ്ടപ്പെടുന്നില്ല. അപ്പം ഈ കരോളിൻ ബിംഗ്ലിയാണ് ഈ ജെയിനെ ഇൻഫോം ചെയ്യുന്നത്. അതായത് ബിംഗ്ലിക്ക് ഡാസിയുടെ സിസ്റ്ററുമായിട്ട് ചിലപ്പോൾ കെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ജെയിൻ ഹാർട്ട് ബ്രോക്കൺ ആകുന്നു. എലിസബത്ത് പിന്നെ ഡാസിനെ ബ്ലെയിം ചെയ്യുന്നുണ്ട്. പിന്നെ മിസ്സസ് ബെനറ്റിൻ്റെ സിസ്റ്ററുണ്ട്, മിസ്സസ് ഫിലിപ്സ്. അവർ ഈ മിലിറ്ററി സ്റ്റേഷനിൽ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ ലിഡിയും കിറ്റിയും കൂടി മിലിറ്ററി ഓഫീസേഴ്സുമായിട്ട് സോഷ്യലൈസ് ചെയ്യാനായിട്ട് അവിടെ പോകുന്നുണ്ട്, ആൻറ്റിയുടെ കൂടെ താമസിച്ചുകൊണ്ട്. പിന്നെ വരുന്ന ഒരു കഥാപാത്രമാണ് മിസ്റ്റർ കോളിൻസ്. അത് മിസ്റ്റർ ബെനറ്റിൻ്റെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവാണ്. ബെനറ്റ്സിൻ്റെ എസ്റ്റേറ്റ് ഇൻഹെറിറ്റ് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പം ബെനറ്റിൻ്റെ ഏതെങ്കിലും ഒരു മോളെ കല്യാണം കഴിക്കാൻ അയാൾ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ജെയിൻ ഓൾറെഡി മിസ്റ്റർ ബിംഗ്ലിയായിട്ട് എൻഗേജ്ഡ് ആണ്. സോ ഇനി ലിസി ഉണ്ടല്ലോ, എലിസബത്ത് ഉണ്ട്. അപ്പം എലിസബത്തിനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്, എലിസബത്ത് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ
ഇയാൾ പോയി ചാർലോട്ട് ലൂക്കസിനെ പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. ചാർലോട്ട് ലൂക്കസ് അതിനെ സമ്മതിക്കുകയാണ്, കാരണം അവൾക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി വേണം. ഈ എലിസബത്ത് ഇതറിഞ്ഞ് ഭയങ്കര ഡിസപ്പോയിൻ്റ് ആകുന്നുണ്ട്. പിന്നെ അടുത്ത് വരുന്ന ഒരു കഥാപാത്രം മിസ്റ്റർ വിക്കാമാണ്. അയാളൊരു ഓഫീസർ ഇൻ ദ റെജിമെൻ്റ് ആണ്. എലിസബത്തിനെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഡാസിനെ അങ്ങനെ ഇഷ്ടമല്ല അയാൾക്ക്. അത് എന്താണെന്ന് വെച്ചാൽ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ട്. വിക്കത്തിൻ്റെ ഫാദറാണ് ഡാസിയുടെ എസ്റ്റേറ്റൊക്കെ പാസ്റ്റിൽ മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്. വിക്കം ഭയങ്കര ചാമിങ് ആൻഡ് പോപ്പുലർ എമംഗ് വിമൺ ആണ്. അപ്പം എലിസബത്തിനെ ഇയാൾക്ക് ഒരു ചെറിയൊക്കെ ഇഷ്ടമുണ്ടാകും. അപ്പം അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് താൻ ഡാസിയുടെ ഫാദറിൻ്റെ ഗോഡ്സൺ ആയിട്ടൊക്കെയാണ്. അപ്പം ഇയാൾ പറയുന്ന സ്റ്റോറിക്കകത്തൊരു ഇൻസിഡൻ്റ് ഒക്കെ പറയുന്നുണ്ട് ഡാസിയെക്കുറിച്ച്. ഡാസിനെ ഒരു വില്ലനായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഡാസി എന്താണ് ഇയാളുടെ അവകാശപ്പെട്ട ഇൻഹെറിറ്റൻസ് ഒക്കെ ഡിനൈ ചെയ്തു. അതേപോലെ ഇയാൾ പിന്നെ മറച്ചു വയ്ക്കുന്നുണ്ട്. വിക്കത്തിൻ്റെ സിസ്റ്ററിനെ ഇയാൾ എന്താ സെഡ്യൂസ് ചെയ്യുന്നൊക്കെയുണ്ട്. ഇയാൾ സെഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ മറച്ചു വയ്ക്കുന്നുണ്ട്. അതായത് പറ്റിക്കുന്നുണ്ട് സിസ്റ്ററിനെ. പിന്നെ എലിസബത്ത് ഇയാളെ ബ്ലൈൻഡ്ലി ആയിട്ട് എന്താണ് ബിലീവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ജെയിൻ അത് ബിലീവ് ചെയ്യാൻ തയ്യാറല്ല. പക്ഷെ എലിസബത്ത് വിക്കമാണ് ശരി, കാരണം ഡാസി അങ്ങനെയാണ്. ഇയാൾ ഡാസിയുടെ ഒരു പ്രജുഡൈസ് ഉണ്ട്, ഇവൾക്കൊരു മുൻവിധിയുണ്ട് ഡാസിയോട്. അപ്പോൾ അയാൾ മറച്ചു വയ്ക്കുകയാണ്. അടുത്തത് ജെയിൻ പിന്നീട് ലണ്ടനിലേക്ക് പോകുന്നുണ്ട് മിസ്റ്റർ ആൻഡ് മിസ്സസ് ഗാർഡിനറുടെ കൂടെ താമസിക്കാനായിട്ട്. അത് അവളുടെ ആൻറ്റിയും അങ്കിളും കൂടിയാണ്. പിന്നെ തൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, എലിസബത്തിൻ്റെ ഫ്രണ്ടായിട്ടുള്ള ചാർലറ്റ് ലൂക്കസിനെ കാണാനായിട്ട് ലിസി പോകുമ്പോൾ ഇവർ ലേഡി കാതറിൻ്റെ അവിടെ പോകുന്നുണ്ട്. ലേഡി കാതറിൻ്റെ അവിടെ വെച്ച് തന്നെ ഡാസിനെ കാണുന്നുണ്ട്. ഡാസിനെയും പിന്നെ ഡാസിയുടെ കസിനായിട്ടുള്ള കേണൽ ഫിറ്റ്സ് വില്യത്തിനെ കാണുന്നുണ്ട്. ഇവർ കേണലും എലിസബത്തും ഭയങ്കരമായിട്ട് കൂട്ടാകുന്നുണ്ട്. അപ്പോൾ കേണലിൽ നിന്നാണ് ഇവൾ അറിയുന്നത് ഡാസിയാണ് ബിംഗ്ലീനെ ജെയിനെ പ്രപ്പോസ് ചെയ്യുന്നതിൽ നിന്നും ഡിസ്കറേജ് ചെയ്തത്. അപ്പം അവൾ ഭയങ്കര ഫ്യൂരിയസ് ആവുന്നുണ്ട്. നെക്സ്റ്റ് സീനിൽ നമ്മൾ കാണുന്നത് ഡാസി എലിസബത്തിനെ പ്രപ്പോസ് ചെയ്യുന്നതാണ്. കാരണം അവർ അറിയുന്നില്ല ഈ കസിനും എലിസബത്തുമായിട്ടൊരു കോൺവെർസേഷൻ കഴിഞ്ഞോ എന്നൊക്കെ ഒന്നും അറിയുന്നില്ല. പക്ഷെ അവൾ പ്രപ്പോസൽ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അവളുടെ സിസ്റ്ററിൻ്റെ ഫ്യൂച്ചർ ഹാപ്പിനെസ്സിനെ നശിപ്പിച്ചതിനും വിക്കത്തിൻ്റെ ആ സ്റ്റോറി പറഞ്ഞ് ബിട്രേ ചെയ്തത് എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ച് അയാളോട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഡാസി പിന്നീട് ഒരു ലെറ്റർ അങ്ങ് എഴുതി കൊടുക്കുകയാണ്. ഒരു ലോങ് ലെറ്റർ അങ്ങ് എഴുതി കൊടുക്കും അയാളുടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്, പാസ്റ്റ് ഇവൻസിനെ പറഞ്ഞുകൊണ്ട്. ബിംഗ്ലീനെ ജെയിനെ പ്രപ്പോസ് ചെയ്യുന്നതിലും തടഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് തോന്നി ജെയിൻ ഭയങ്കര ഇൻഡിഫറൻ്റ് ആണ് ബിംഗ്ലിയോട് പെരുമാറുന്നതെന്ന്. അങ്ങനെയാണ് വിചാരിച്ചത്. പിന്നെ അയാൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എങ്ങനെയാണ് തൻ്റെ സിസ്റ്ററിനെ വിക്കം സെഡ്യൂസ് ചെയ്തത്, അതുകൊണ്ടാണ് അയാളെ ഇഷ്ടപ്പെടാത്തതെന്നും പറയുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ എലിസബത്തിന് ഓർമ്മ വരുന്നത് ഗാർഡിനറും വാൺ ചെയ്തിട്ടുണ്ട് വിക്കം വിമൻ്റെ അടുത്ത് എങ്ങനെയാണ് ചേഞ്ച് ആവുന്നത് അഫെക്ഷൻസൊക്കെ. പിന്നെ എലിസബത്ത് പിന്നെ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഡാസിനോട് അങ്ങനെ പെരുമാറിയതൊക്കെ. പിന്നെ ഡാസി അവളോട് കുറേ അഫെക്ഷൻസൊക്കെ കാണിക്കുന്നുണ്ട്. ഷീ റിയലൈസസ് ദാറ്റ് ബിംഗ്ലി സ്റ്റിൽ ലവ്സ് ജെയിൻ. അപ്പം പിന്നീട് ഇവരൊരു വാർത്ത അറിയുന്നുണ്ട്, എലിസബത്തിൻ്റെ സിസ്റ്ററായിട്ടുള്ള ലിഡിയ വിക്കമായിട്ട് ഒളിച്ചോടിപ്പോയെന്ന്. അപ്പോൾ ഡാസിയാണ് തേടിപ്പോകുന്നത് ഇവരെ കണ്ടുപിടിക്കാൻ. ഡാസി അപ്പോൾ വിക്കത്തിന് കുറേ ഡെപ്റ്റ്സൊക്കെ ഉണ്ട്, കടമൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ പേ ഓഫ് ചെയ്യുന്നത് നമ്മുടെ ഡാസിയാണ്. അപ്പം ബെനറ്റ് ഫാമിലിയുടെ ഹോണർ രക്ഷിക്കുന്നത് തന്നെ ഡാസിയാണ്. എന്ന് വെച്ചാൽ ഇവർ ഒളിച്ചോടിപ്പോയി ഇവരുടെ കല്യാണം നടത്തി കൊടുക്കണം. അപ്പം മിസ്റ്റർ ഡാസിയാണ് വിക്രാന്തിൻ്റെയും ലീഡിയുടെയും കല്യാണം നടത്തി കൊടുക്കുന്നത്. അപ്പോൾ എലിസബത്ത് എല്ലാം കംസ് ടു നോ അബൌട്ട് ദി ജനറോസിറ്റി ഓഫ് ഡാസി ഫ്രം മിസ്സസ് ഗാർഡനിൽ നിന്നാണ് ഇവിടെ ജനറോസിറ്റിയൊക്കെ അറിയുന്നത്. അങ്ങനെ ബിംഗ്ലി ഈ ബെനറ്റ് ഫാമിലിയിലേക്ക് വരികയും ജെയിനെ പ്രപ്പോസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവൾ അത് അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ ലേഡി കാതറിൻ്റെ മോളെ കൊണ്ട് ഈ മിസ്റ്റർ ഡാസിനെ കെട്ടിക്കാനായിരുന്നു ഇരുന്നത്. അങ്ങനെ
നിങ്ങൾ തമ്മിൽ ഒരു ഒന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം എന്താ പ്രോബ്ലംസ് ഉണ്ടാക്കണം ഡാർസിയുടെയും എലിസബത്തിൻ്റെയും ഇടയ്ക്ക്. അങ്ങനെ ഡാർസി ഒന്നുകൂടി പ്രപ്പോസ് ചെയ്യുകയാണ് എലിസബത്തിനെ. പിന്നീട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ ദേ ടൈ ദ നോട്ട്, അവർ കല്യാണം കഴിക്കുന്നുണ്ട്. അങ്ങനെ അപ്പം അത്രയേ ഉള്ളൂ ഈ സ്റ്റോറി. താങ്ക് യു.